കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 160 ആന സങ്കേതങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 610 ആന സങ്കേതങ്ങളിലാണ് ഇന്നു മുതൽ കണക്കെടുപ്പ്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് മൂലമുള്ള സംഘർഷ സംഭവങ്ങൾ പതിവാകുന്നതിനിടെയാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടിൽ ഭക്ഷണമില്ലാതാവുന്നത് മൂലം ആനകൾ നാട്ടിലിറങ്ങുന്നതാണെന്നും കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണെന്നും രണ്ട് വാദമുണ്ട്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. കേരളത്തിൽ മാത്രം 160 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കുകളാണുള്ളത്. നിലമ്പൂർ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവും ഉണ്ട്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലും പരിശോധന തുടരും. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും നാളെ പരോക്ഷ കണക്കെടുപ്പ് രീതിയായ ഡങ് കൌണ്ട് രീതിയിലും 25-ന് ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസം തന്നെ ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.